Hello, welcome back to my YouTube channel Blush with Arya. അപ്പോൾ ഞാൻ ഇന്നൊരു ഫേഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജാസ്മിൻ ജാഫറിനെ അറിയാലോ. ജാസ്മിൻ ജാഫർ അവരുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ, അവരുടെ സ്കിന്നിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓട്സ് വെച്ചിട്ടുള്ളൊരു ഫേഷ്യൽ പോലെ ഒരു 3 സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ നല്ലൊരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാലോ, ജാസ്മിൻ ജാഫർ ഇപ്പോൾ എന്താ പറയാ, ഭയങ്കര ബിഗ് ബോസിൽ വന്നാൽ തന്നെ അറിയാം ഭയങ്കര ഫേമസ് ആവും. പക്ഷെ ഓക്കെ, അപ്പോൾ അപ്പോൾ ബിഗ് ബോസ് കാണുന്നവരാണ്, ആരുടെ ഫാനാണെന്ന് കമന്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് എനിക്ക് ഇടാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഓട്സ് തന്നെയാണ്. ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫേഷ്യൽ പോലെ. ഓട്സ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഓട്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്സ് തരി പോലെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തരി പോലെ പൊടിച്ചെടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്, റോ മിൽക്ക്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ക്ലെൻസിങ്, ഈ ഒരു ഓട്സ് നമുക്ക് ജസ്റ്റ് ഒരു ക്ലെൻസർ, മൈൽഡ് ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ റോ മിൽക്ക് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡേർട്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പൊ ആദ്യം പറയണത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കാനാണ് പറയണത് കേട്ടോ. ഓട്സ് ആയതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള എന്താ പറയുക ഡാമേജ് ഒന്നും സ്കിന്നിന് ഉണ്ടാക്കില്ല. അതിനോടൊപ്പം തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണോ? ഞാനൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 1 തൊട്ട് തന്നെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ ആരുടെ ഫാനാണ് നിങ്ങളൊക്കെ? ഞാൻ ജിൻഡോ ഫാനാണ് കേട്ടോ. എനിക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടമാണ്, അർജുനെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം അർജുനെ ഒന്നും ഇഷ്ടമായിരുന്നില്ല, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. പിന്നെ അഭിഷേകും കുഴപ്പമില്ല, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ അൻസിബിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അൻസിബ് ഔട്ടായിപ്പോയി. ജാസ്മിൻ ജാഫറിന്റെ ഫേസ് പാക്ക് ഇട്ട് ജാസ്മിൻ ജാഫറിന് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമല്ല. ജാസ്മിൻ ജാഫറിനെ എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് വന്നതോടുകൂടി ജാസ്മിനെ ഇഷ്ടപ്പെടാനുണ്ടായി. അപ്പൊ ഞാനത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല്, അതായത് ഇതിൽ മെയിനായിട്ട് പാലാണ് ചേർക്കാൻ പറഞ്ഞത്. ഓട്സിനൂടെ പാല് ചേരാത്തവരാണെങ്കിൽ തൈര് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം വെക്കണം എന്നുള്ളവർക്ക് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരാൻ പോവാണ്, കാരണം നമ്മൾ ഇനി 2 സ്റ്റെപ്പും കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൺ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്സ്. ഇതിന് വേണ്ടത് നമുക്ക് ഹണിയാണ്. ഹണി ചിലർക്ക് ചേരില്ല. നമുക്കിപ്പോൾ കുറച്ച് ഹണി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് വാട്ടറാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹണി എല്ലാവർക്കും ചേരണമെന്നില്ല. മുഖത്ത് ചിലർക്ക് കുരു വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഹണി ഒരുപാട് ഒഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഇതും സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറയണത് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നല്ല സൺസ്ക്രീൻ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോരുടെ സ്കിൻ ടൈപ്പിനും ചേരുന്ന സൺസ്ക്രീൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അക്കോളജിക്ക സൺസ്ക്രീനിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അക്കോളജിക്ക സൺസ്ക്രീനിൻ്റെ വാട്ടർമെലൺ സൺസ്ക്രീൻ ഓയിലി സ്കിന്നുകാർക്ക് ചേരും എന്നൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഓൾറെഡി വാട്ടർമെലണിൻ്റെ അക്കോളജിക്ക സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഓയിലി ആക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഹണി നമ്മുടെ സ്കിന്നിനുള്ള ടൈറ്റൻ ചെയ്യാൻ, നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ മറ്റേ കമ്മലിൻ്റെ ഹോൾ വീഡിയോ വേണോ, അതായത് ഓൺലൈനിൽ നിന്ന് മീഷോ ഒന്ന് വാങ്ങിയിട്ടുള്ള കമ്മലിൻ്റെ ഹോൾ വീഡിയോ വേണോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ വേണോ എന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേരും കമ്മലിൻ്റെ ഹോൾ വീഡിയോ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കമ്മലിൻ്റെ ഹോൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹണി നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു തിളക്കം വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ഹണിയൊക്കെ കിട്ടണം. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങണതുകൊണ്ട് അത്ര പ്യൂർ ആയിട്ടുള്ള ഹണിയൊന്നും അല്ല. അപ്പം ഞാൻ വീണ്ടും ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രയ്ക്കായാലും നമ്മളൊരു കെമിക്കൽ ഫേഷ്യൽ ചെയ്യുന്ന അത്ര വരുന്നില്ലെങ്കിലും നമ്മുടെ ഫേസിന് ഒരു തരത്തിലുള്ള ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നല്ലതാണ് ഫേസിന്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ സ്ക്രബും കൂടി ചെയ്തപ്പോൾ ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റേൺ ആയിട്ടുണ്ട് കേട്ടോ. സ്കിൻ നല്ല സോഫ്റ്റായി, എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മാസ്ക് ആണ് അതിൽ പറയണത് കേട്ടോ. കടലമാവ് വേണം, ഓട്സിൻ്റെ പൊടി വേണം, പാല് അല്ലെങ്കിൽ തൈരാണ് അതിൽ എടുക്കാൻ പറഞ്ഞത്. എൻ്റെ ഇവിടെ തൈരില്ല, ഞാൻ തൈര് അങ്ങനെ ഫേസിൽ അധികം അപ്ലൈ ചെയ്യാറില്ല. കടലമാവില്ല, ഞാൻ കടലമാവ് എടുത്തിട്ട് ഞാൻ കടലമാവ് എടുക്കാൻ പോകണ സമയം കൊണ്ട് ഞാൻ കടലമാവ് ഇവിടെ എല്ലാം വെച്ചത്. ഞാൻ അടുക്കളയിൽ പോയി എടുത്തിട്ട് വരുമ്പോഴേക്കും ഇവിടെ എൻ്റെ ഓട്സ് തിന്ന് തീർത്തു. ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവളെൻ്റെ ഓട്സ് തിന്ന് തീർത്തു ഗൈസ്. ഞാൻ എന്നിട്ട് പുതിയത് പൊടിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. തീർത്തു. അപ്പം ഞാൻ വീണ്ടും പൊടിച്ചിട്ട് വന്നു കേട്ടോ. കുറച്ച് സമയം എടുത്തു, പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളത്തി നമുക്ക് ഓട്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ കടലമാവ് ചേർത്തിട്ടുണ്ട്, ഓട്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലാണ് വേണ്ടത്. അതിൽ പറയണത് മറ്റേ തൈരാണ് കേട്ടോ. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച്. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു പാക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് പാക്ക് ഒക്കെ ഇടാൻ മടിയുള്ളവരാണെങ്കിൽ ഒന്ന് പറയട്ടെ. അങ്ങനെയുള്ളവർക്ക് പറ്റുള്ള കിട്ടുന്ന ഒരു ഫേസ് ബ്രൈറ്റൺ ആവാനുള്ള നല്ലൊരു റെമഡി എൻ്റെ അടുത്തുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫേസ് പാക്കുകളൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ റെഡ്നെസ് ഒക്കെ വരും എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ പ്രോഡക്റ്റ്, ഞാൻ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അങ്ങനെയുള്ള പ്രോബ്ലംസ്, അതായത് റെഡ്നെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൊരു ജെല്ല് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. റെഡ്നെസ് കുറയ്ക്കാനും സ്കിന്നിലുള്ള കുരുക്കൾ വന്ന പാടുകളൊക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസിൽ ഈ മാസ്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഡ്രൈ ആവണ വരെ ഒന്ന് വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, വല്ലപ്പോഴൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ,
സ്ക്രബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്ക്രബ്, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഞാൻ ഇതിന്ന് ഡ്രൈ ആവുന്നത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വാഷ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇവളാണ് എൻ്റെ ഓട്സ് കട്ടെടുത്ത ജൂലി. ആരാ ജൂലി എൻ്റെ ഓട്സ് തിന്ന്? ആരാ എൻ്റെ നക്കാൻ പറ്റുമോ? ആരാ ജൂലി എൻ്റെ ഓട്സ് തിന്നത്? ഓട്സ് മാത്രമല്ല, ഞാൻ ബാക്കി വന്ന പാലും കൂടി നക്കി കുടിക്കാൻ പോവാണ്. കള്ളത്തിയാണ് ജൂലി കള്ളത്തിയാണ്. കിടന്നുറങ്ങാണ്, ശല്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോയി കിടന്നുറങ്ങണ ജൂലി, കിടന്നുറങ്ങണ ജൂലിക്ക്, കിടന്നുറങ്ങണ. ഉറങ്ങണോ? ഉറങ്ങണോ? ഉറങ്ങണ്ട പറ. എനിക്ക് ഓട്സ് വേണം ജൂലിക്ക്. നക്കാൻ വരാണ് അവൾക്ക്. ഓട്സ് കട്ടുന്നത് പോരാ, ഇനി എൻ്റെ ഫേസിലുള്ളതും കൂടി നക്കി തിന്നണം അവൾക്ക്. ശരി, ഓക്കെ, ബായ്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ബായ് പറ. ക്യാമറയിലൊന്നും നോക്കില്ല കേട്ടോ, അവള് ഭയങ്കര കള്ളത്തിയാണ്. ക്യാമറ എടുത്ത് അപ്പോൾ അവള് കൂടിപ്പോ. അല്ല ജൂലി, ഹായ് പറ എല്ലാവരുടെ. ഹായ് പറ. ശരി. അപ്പൊ ഈ പാക്ക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്, അപ്പോഴേക്കും ഇതൊന്ന് ഡ്രൈ ആയി. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്താൽ മതി. എപ്പോഴും ട്രൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫേസ് അപ്പോൾ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേണമെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ഇട്ടു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.